യു ടേൺ ഇന്ത്യ. യു ടേൺ ഇന്ത്യയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ തീയും രോഷവും ആളിക്കത്തുകയാണ്. അസമാധാനത്തിൻ്റെ കഴുകൻ കുഞ്ഞുങ്ങൾ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും രൂപത്തിൽ തലങ്ങും വിലങ്ങും പറന്നു നടക്കുന്നു. ഒരു കാലത്തും ഇവിടെ സമാധാനം നീണ്ടു നിന്നിട്ടില്ല. 2026 ഫെബ്രുവരി 28 US-ൻ്റെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഇസ്രായേലിൻ്റെ റോറിംഗ് ലയൺ എന്നീ സംയുക്ത ആക്രമണങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയെ വഷളാക്കിയിരിക്കുന്നത്. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ടത് ഗൾഫ് പ്രദേശത്തെ കൂടുതൽ സംഘർഷഭരിതമാക്കി. ഇറാനും അതേ നാണയത്തിൽ തിരിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അഭൂതപൂർവം വിധം ഇസ്രായേലിലും പലരും കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. UAE-യിലും സൗദി അറേബ്യയിലും ഒമാനിലും കുവൈത്തിലും ഇറാഖിലും ജോർദാനിലും സിറിയയിലും സൈപ്രസിലും ഖത്തറിലുമൊക്കെ ഇതിൻ്റെ അനുരണനങ്ങൾ പ്രകടമായി തുടങ്ങി. ഈ സാഹചര്യത്തിൽ ഈ പോരാട്ടം അന്തിമ യുദ്ധത്തിനുള്ള നാന്ദിയാണോ എന്ന് ആശങ്കപ്പെടുന്ന അനേകരുണ്ട്. അതിൻ്റെ മറുപടിയിലേക്ക് വരും മുൻപേ പ്രസക്തമായ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് മലയാള മനോരമയുടെ ഓൺലൈൻ എഡിഷനിൽ ഒരു വാർത്ത വന്നിരുന്നു. ഡൂംസ് ഡേ ലോകാവസാന ഘടികാരത്തിൻ്റെ സൂചികൾ 15 നോബൽ ജേതാക്കൾ അടങ്ങിയ ബുള്ളറ്റിൻ ഓഫ് ദ ആറ്റമിക് സയൻറ്റിസ്റ്റ് എന്ന സംഘടന അവർ പുതുക്കി ക്രമീകരിച്ചു എന്നായിരുന്നു ആ വാർത്ത. വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. 1947 ഈ ക്ലോക്ക് അവതരിപ്പിച്ചപ്പോൾ ഡൂംസ് ഡേ ക്ലോക്കിൽ അർദ്ധരാത്രിക്ക് 7 മിനിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 1953 ലോകസ്ഥിതികൾ പരിശോധിച്ച് സമയം 11:58 ആക്കി. എന്ന് വെച്ചാൽ ലോകാന്ത്യത്തിന് ഇനി 2 മിനിറ്റ് മാത്രം എന്ന നിലയിൽ. ഇപ്പോൾ പാതിരാമണി അടിക്കുവാൻ വെറും 85 സെക്കൻഡ് മാത്രം എന്ന നിലയിൽ അത് വീണ്ടും ക്രമീകരിച്ചിരിക്കുകയാണ്. യുദ്ധവും ആണവ ഭീഷണിയും പ്രകൃതിക്ഷോഭവും ഉൾപ്പെടെയുള്ള വൻ ദുരന്തങ്ങൾ മൂലം നമ്മൾ പാതിരായോട് വളരെ അടുത്തു എന്ന സൂചനയാണ് ഈ ക്ലോക്ക് നമുക്ക് നൽകുന്നത്. ക്ലോക്കിലെ സൂചി അർദ്ധരാത്രിയോടടുക്കും തോറും ലോകം വലിയ അപകടത്തോട് അടുക്കുകയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. സമയം അതിവേഗം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അപായകരമായ മുന്നറിയിപ്പ് മുഴങ്ങിക്കഴിഞ്ഞു. തിരിച്ചു പിടിക്കാനാവാത്ത അത്ര വലിയ ദുരന്തത്തിലേക്കാണ് മനുഷ്യരാശി കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആറ്റമിക് സയൻറ്റിസ്റ്റ് പ്രസിഡന്റ് അലക്സാണ്ടർ ബെൽ പറയുകയുണ്ടായി. ഉത്തര കൊറിയയുടെ ആണവ പരീക്ഷണങ്ങളും ട്രംപിൻ്റെ വിയോജനക്കുറിപ്പുകളുമാണ് ഇപ്പോഴത്തെ ഘടികാര നീക്കത്തിൻ്റെ പ്രകടമായ കാരണം എന്ന് വരികിലും ലോകമാസകലമുള്ള യുദ്ധഭീഷണിയും ഇതിനൊരു മുഖാന്തരമാണ്. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഇറാൻ എന്ന നാമം ബൈബിളിൽ പരാമർശിക്കുന്നില്ല എങ്കിലും പേർഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറാനെ പറ്റിയാണ്. യെഹസ്കേൽ 38-39 അധ്യായങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധത്തെപ്പറ്റി പരാമർശനമുണ്ട്. വടക്ക് നിന്നുള്ള ഒരു സഖ്യം ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് അവിടെ പ്രവചിച്ചിരിക്കുന്നത്. റഷ്യയും ഇറാനും തുർക്കിയും ലിബിയയും സുഡാനുമാണ് ഈ സഖ്യം എന്ന് വേദപണ്ഡിതന്മാർ കരുതുന്നുണ്ട്. ഇവരുടെ അധിനിവേശത്തിനെതിരെ സ്വർഗീയമായ ഒരു ഇടപെടൽ ഉണ്ടാവും എന്നാണ് ബൈബിൾ ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കുന്നത്. കൂടാതെ യെരമ്യാവ് 49 അതിന് 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഏലാം എന്ന രാഷ്ട്രത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി പറയുന്നുണ്ട്. ഇറാനിലെ ഒരു പുരാതന സംസ്കൃതിയാണ് ഏലാം. ഞാൻ ഏലാമിൻ്റെ മുഖ്യ ബലമായ അവരുടെ വില്ലൊടിച്ചു കളയും എന്ന യഹോവയുടെ പ്രഖ്യാപനവും ഇപ്പോൾ ഇറാൻ്റെ ആണവ നിലയത്തിനും മിലിറ്ററി കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ആക്രമണവും തമ്മിൽ കൂട്ടി വായിക്കുന്നവരുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ സംഘർഷം യെഹസ്കേൽ 38-39 അധ്യായങ്ങൾ പറയുന്ന അന്തിമ ലോകമഹായുദ്ധമാണെന്ന് പറയാൻ നമുക്കാവില്ല. ആ സംഭവത്തിന് വേണ്ടിയുള്ള അരങ്ങൊരുക്കം മാത്രമാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് പണ്ഡിതമതം. ഒരുപക്ഷെ യുദ്ധശ്രുതികൾ മുഴങ്ങുമ്പോൾ അവസാനത്തിൻ്റെ ആരംഭമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തള്ളിക്കളയുവാൻ നമുക്ക് കഴിയുകയില്ല. എന്തുതന്നെയായാലും ഇപ്പോഴത്തെ ഈ പോരാട്ടങ്ങൾ ബൈബിൾ പറയുന്ന അന്തിമ പോരാട്ടത്തിലേക്കുള്ള ഒരു ചെറിയ കൈചൂണ്ടിയാണ് എന്നതിൽ തർക്കമില്ല എന്ന് തീർത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇറാൻ അന്ത്യകാല വേദപുസ്തക പ്രവചനങ്ങളിൽ നിരന്തരം ഇടം പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നത് വിസ്മരിക്കരുത്. അന്ത്യകാല സൂചനകളിൽ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട പങ്ക്
അവർക്ക് വഹിക്കുവാനുണ്ട്. അലറുന്ന സിംഹം, റോറിംഗ് ലയൺ എന്ന ഈ പോരാട്ടത്തിന് ഇസ്രായേൽ നാമകരണം ചെയ്തതിനും പ്രസക്തിയുണ്ട്. ഇസ്രായേലിലെ യഹൂദ ഗോത്രത്തിലൂടെ സിംഹചിഹ്നം ജൂതന്മാരുടെ അനുഗ്രഹത്തെയും മഹത്വത്തെയും ദൈവിക സംരക്ഷണത്തെയും പ്രതിനിധീകരിക്കാൻ തുടങ്ങി. BC 586 യഹൂദ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമായ ജെറുസലേമിൻ്റെ നാശത്തിന് ശേഷവും സിംഹചിഹ്നം തുടർന്നും അവർ ഉപയോഗിച്ചു വന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ് ബൈബിളിലെ വെളിപ്പാട് 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെയും സംബോധന ചെയ്യുന്നത്. ഇറാനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു ദൈവിക പരിവേഷം കൊടുക്കുക എന്ന ലക്ഷ്യം കൂടെ ഇസ്രായേലിനുണ്ട് എന്ന് തോന്നുന്നു. ഗോഗ് മാഗോഗ് യുദ്ധത്തിന് മുൻപ് നിറവേറേണ്ട 4 കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ എന്ന ഐക്യ രാഷ്ട്രത്തിൻ്റെ രൂപീകരണമാണ് ഒന്നാമതായി നടക്കേണ്ടത്. യെഹെസ്കേൽ 37:22 നോക്കുക. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്ക് എല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതിയായിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. 1948 മെയ് 14 അതാണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവിഭക്ത ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഡേവിഡ് ബെൻഗൂറിയൻ ചുമതലയേറ്റു. ഭൂപടത്തിൽ നിന്നും ഈ കൊച്ചു രാഷ്ട്രത്തെ തുടച്ചു നീക്കാൻ ഒട്ടേറെ പരിശ്രമങ്ങൾ നടന്നുവെങ്കിലും 75 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും ഇസ്രായേൽ ശക്തരായി മുന്നേറുകയാണ്. ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ചിതറിത്തെറിക്കപ്പെട്ട ഇസ്രായേലി ജനതയെ ഒരുമിച്ച് തടുത്തുകൂട്ടുമം എന്ന പ്രസ്താവനയാണ് രണ്ടാമത്തേത്. യെഹെസ്കേൽ 36:24 നോക്കുക. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഈ പ്രവചനം അതിവേഗത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രാലയമാണ് ദ മിനിസ്ട്രി ഓഫ് അലിയ ആൻഡ് ഇൻ്റഗ്രേഷൻ. നേരത്തെ ദ മിനിസ്ട്രി ഓഫ് ഇമിഗ്രൻ്റ് അബ്സോർഷൻ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. കേരളം ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള യഹൂദർ ഇസ്രായേൽ തിരികെ എത്തിക്കഴിഞ്ഞു. അവരുടെ പുനരധിവാസ പ്രക്രിയ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയെ മലർവാടിയാക്കും എന്ന ദൈവിക വാഗ്ദാനമാണ് മൂന്നാമത്തേത്. യെഹെസ്കേൽ 36:8-9 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. വാക്യം 30. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. 1867 ഇസ്രായേൽ സന്ദർശിച്ച മാർക്ക് ട്വൈൻ തൻ്റെ ഇന്നസെൻസ് എബ്രോഡ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് താൻ അവിടെ കണ്ടത് ആളൊഴിഞ്ഞ വിരസവും വന്ധ്യവും നികൃഷ്ടവുമായ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു എന്നാണ്. ഒരു വൃക്ഷത്തലപ്പ് പോലും എങ്ങും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്ന ആരും അത്ഭുതം കൂറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇസ്രായേൽ എന്ന നയന അഭിരാമമായ പൂന്തോട്ടം. $682 മില്യൺ വിലമതിക്കുന്ന വൃക്ഷഫലങ്ങൾ ഓരോ വർഷവും ഇസ്രായേലിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 500 മില്യൺ പൂക്കളാണ് ഓരോ വർഷവും യൂറോപ്പിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുന്നത്. അങ്ങനെ ആ ദൈവിക വാഗ്ദാനവും നിറവേറിക്കൊണ്ടിരിക്കുന്നു. നാലാമതായി, തകർന്നടിഞ്ഞു കിടക്കുന്ന നഷ്ടക്കൂമ്പാരങ്ങളെ പുനഃസൃഷ്ടിക്കും എന്ന ദൈവിക വാഗ്ദാനം അവർക്ക് ലഭ്യമാണ്. യെഹെസ്കേൽ 36:10 നാം വായിക്കുന്നത്, ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികളുണ്ടാകും, ശൂന്യപ്രദേശങ്ങളെയും പണിയും. 33-ാം വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യസ്ഥലങ്ങളെയും പണിയും. ഒരു നൂറ്റാണ്ട് മുൻപ് വരെ ഇസ്രായേലിലെ കാഴ്ചകൾ നമ്മുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ദ എക്കണോമിസ്റ്റ് മാസികയുടെ കണക്ക് പ്രകാരം വ്യാവസായിക ലോകത്തിലെ ഏറ്റവും മികച്ച 4ാമത്തെ ബെസ്റ്റ് പെർഫോമിംഗ് എക്കണോമിയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിനുള്ളത്. പെർ ക്യാപിറ്റ GDPയുടെ കാര്യത്തിൽ കാനഡ, UK, ജപ്പാൻ, സൗത്ത് കൊറിയ, ഫ്രാൻസ് എന്നിവരെക്കാൾ മുകളിലായി ആദ്യത്തെ 20 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇസ്രായേൽ ഇടം പിടിച്ചു എന്നാണ് ഫോബ്സ് എന്ന മാസിക അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചത്. ചുരുക്കത്തിൽ ഈ 4 കാര്യങ്ങളും പൂർണ്ണമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. യെഹെസ്കേൽ 36-37 അധ്യായങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നിറവേറ്റപ്പെടുന്ന സാഹചര്യത്തിൽ യെഹെസ്കേൽ 38-39 എന്നീ അധ്യായങ്ങൾ
നാം ഇനി ഗൗരവത്തോടെ പഠിക്കണം. കാരണം അത് ലോകാന്ത്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടിയാണ്. ഡൂംസ് ഡേ ക്ലോക്കിലെ സമയമാറ്റവും ബൈബിളിലെ എഹെസ്കേൽ പ്രവചനവും സമീപകാല യുദ്ധശ്രുതികളും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബോധ്യമാകുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇത്തരം പഠനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ യു ടേൺ ഇന്ത്യ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, നന്ദി. യു ടേൺ ഇന്ത്യ.